എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫിയും ആൾട്ടി പെണ്ണും അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. ആൾട്ടി ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, സത്യം പറയും, നീ ആരാ? അതിന് ലൂഫി ആണെങ്കിൽ മറുപടി പറയാതെ അവളോട് ചോദിക്കും, ആദ്യം നീ ആരാണെന്ന് പറ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് യൂസ്റ്റസ് കിഡ്, അവനാണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടുന്നവരെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലും. പ്രത്യേകിച്ച് നെ നോക്കി കളിയാക്കുന്ന ആ സോൾജിയേഴ്സിനെ. ഇവിടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി കടലിലൂടെ സ്റ്റേബിളായി അവന്റെ സബ്മറിയൻ മുൻപോട്ടേക്ക് കൊണ്ടുവരും. കട്ട് ചെയ്ത ഇപ്പൊ ഒരു പെണ്ണ്, അവളാണെങ്കിൽ മുഖത്തൊരു മാസ്ക് ഒക്കെ ധരിച്ച് അങ്ങനെ ഓടുകയാണ്. അവളുടെ കയ്യിൽ ഒരുപാട് ചെയിനൊക്കെ ഉണ്ട്. അവൾ ആ ചെയിനുകളെല്ലാം തന്നെ തകർത്തെറിഞ്ഞായിരിക്കും മുൻപോട്ടേക്ക് ഓടുക. അവളുടെ തൊട്ടു പിന്നാലെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഏന്തിയ സോൾജിയേഴ്സ്. അവിടെ കില്ലറിനാണെങ്കിൽ കൺട്രോൾ പോവും. കാരണം ഇങ്ങനെ വെറുതെ ഫൈറ്റ് ചെയ്യുക എന്നത് അവരുടെ സ്ട്രാറ്റജിയിലുള്ള കാര്യമല്ല. ടെൻഷൻ ആവുന്നത് കണ്ട യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ മെറ്റൽ കൺട്രോൾ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെ ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരുന്ന പെണ്ണിനെ അവളെ സൂം ചെയ്ത് കാണിക്കും. ആക്ച്വലി അതാണ് ആ സോൾജിയേഴ്സ് എല്ലാവരും തെരഞ്ഞു നടക്കുന്ന കൈഡോയുടെ മകൻ. അത് മകനല്ല, മകളാണ്. കൈഡോ അവന്റെ മകളെ മകൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണെങ്കിൽ യൂസ്റ്റസ് കിഡ് അവൻ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് ആൾട്ടി പെണ്ണ്, അവളാണെങ്കിൽ അവളുടെ ബ്രദർ പേജ് വെണ്ണോട് ദേഷ്യപ്പെടുകയാണ്. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും അറയിൽ അടിച്ചു വീണത്. എനിക്കതിൽ ഒരുപാട് അപമാനമുണ്ട്. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനാണെങ്കിൽ ആൾട്ടി പെണ്ണിനോട് പറയും, യു ആർ അൺബിലീവബിൾ. നിനക്കെന്താ വട്ടുണ്ടോ? ഇരുന്ന ആ പയ്യന്റെ മുതുകത്ത് ചാടി കയറി നീയാണ് അവനെ തറയിൽ തള്ളിയിട്ടത്. അവനാണ് ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയത്. പിന്നെ അവളാണെങ്കിൽ റീവൈൻഡ് ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ ആലോചിക്കുകയാണ്. അവൾ ഓടി വന്ന് അവന്റെ മുതുകത്ത് കയറിയതും അവന്റെ കാല് സ്ലിപ്പായി താഴേക്ക് വീണതും അങ്ങനെ ആ സ്റ്റെപ്പ് മുഴുവൻ ഒരഞ്ഞ് അവർ ലാൻഡ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ആലോചിക്കും. അവൻ ഒരു സെക്കൻഡ് ആ സ്റ്റെപ്പുകളിലേക്ക് നോക്കും. സ്റ്റെപ്പുകളെല്ലാം തന്നെ തകർന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ ബ്രദറിന്റെ ബോഡിയിലും ഒരുപാട് പരിക്കുകളുണ്ട്. നേരെ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് അവളാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, ഞാനൊന്നുമല്ല, ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, നീ കള്ളം പറയാണ്, നീ ഒറ്റ ഒരുത്തിയാണ് അവനെ ഈ നിലയിലാക്കി മാറ്റിയത്. കൺട്രോൾ പോയ പെണ്ണാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് ചോദിക്കും, സത്യം പറയും, നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ എന്തിനാ ഇവിടേക്ക് വന്നേ? അതിന് പേജ് 1 പറയും, അവൻ ഒരു ഇൻട്രൂഡർ തന്നെയാണ്. നമ്മുടെ ടീമിൽ ഇങ്ങനെയുള്ള ഒരാൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിന് ലൂഫി പറയും, അതെ, എൻ്റെ പേര് സ്ട്രോ ഹാറ്റ് ലൂഫി. ഞാനാണ് ഫ്യൂച്ചർ പൈററ്റ് കിങ്. ആ പെണ്ണിനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവളുടെ ദേഷ്യവും കലിയും ഒക്കെ കൂടി വരും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. ഈ കാസ്റ്റിൽ അത് ആരുടെയാണെന്ന് നിനക്കറിയോ? ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയോ? എന്നെപ്പോലുള്ള പൊടിപ്പയ്യനൊന്നും പൈററ്റ് കിങ് ആവാനായിട്ട് കഴിയില്ല. പൈററ്റ് കിങ് അത് ഒരേ ഒരാളാണ്, ഞങ്ങളുടെ മാസ്റ്റർ കൈഡോ എന്ന് പറഞ്ഞ് ഒരു കല്ല് ലൂഫിക്ക് നേരെ അവൾ ചവിട്ടി തെറിപ്പിക്കും. ലൂഫി ആണെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു കട്ടയിൽ നിന്ന് അങ്ങനെ തെന്നി മാറി അവന്റെ പവർ റിലീസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. ഇത് കണ്ട് അവളും അവളുടെ പവർ മുഴുവനായിട്ട് എടുത്ത് ഇപ്പൊ രണ്ടുപേരും പൊരിഞ്ഞ അട്ടയിടി ബഹളം. അവരുടെ ഫൈറ്റിൽ ഒരുപാട് പവർ പുറത്തേക്ക് വരികയാണ്. പെണ്ണാണെങ്കിൽ അവളുടെ പവർ അങ്ങനെ കൂട്ടി കൊണ്ടുവരും. ലൂഫി ആണെങ്കിൽ അവളുടെ പവർ അത് താങ്ങാൻ കഴിയാതെ നിലത്തങ്ങനെ പൊതഞ്ഞു പോവാണ്. അൾട്ടി അവള് ലൂഫിയെ തെറിപ്പിച്ച് കളഞ്ഞ് ഇപ്പൊ പേജ് 1 അടുത്തേക്ക് വരും. പിന്നീട് അവർ രണ്ടുപേരും ട്രാൻസ്ഫോം ആയി ഡൈനോസേഴ്സ് ആയിട്ട് മാറുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവർ പേടിച്ച് ഇപ്പൊ ദൂരേക്ക് മാറാനായിട്ട് തുടങ്ങും. ആൾട്ടിയും പേജ് 1 അവർ രണ്ടുപേരും ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് സാധ്യമായത്. ഈ കാഴ്ചയൊക്കെ കണ്ട് കൺട്രോൾ പോയ ലൂഫിയുടെ ബോഡിയിൽ നിന്നും തലയിൽ നിന്നൊക്കെ ഒരുപാട് പവർ പുറത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ കുറേശ്ശെ തല വേനിക്കാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ ആ പെയിൻ ടോളറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അത് മുഴുവൻ വലിയൊരു ദേഷ്യവും പകയായി മാറി. അവൻ അങ്ങനെ അവരെ രണ്ടുപേരെയും കുറിച്ച് നോക്കും. അതിനവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ലൂഫിയുടെ അടുത്തേക്ക് പതിയെ അടുക്കുകയാണ്. ഇവിടെ ആൾട്ടിക്കും പേജ് 1 അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും ലൂഫി അവർ കരുതും പോലെ ഒരു ചെറിയ പയ്യനോ പവറില്ലാത്ത ആളോ അല്ല എന്ന്. അവന്റെ സൈസും ും മാത്രമാണ് വീക്ക്, മറിച്ച് അവന്റെ പവർ അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിലും ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റുള്ള ലൂഫിക്കും മനസ്സിലാവും ആൾട്ടിയും പേജ് 1 അവർ രണ്ടുപേരും നിസ്സാരക്കാരല്ല, അവരുടെ ഉള്ളിലും നല്ല പവർ ഉണ്ടെന്ന്. ലൂഫി ആണെങ്കിൽ അവന്റെ പവറൊക്കെ കൺട്രോൾ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ഇവിടെ ഡൈനോസറിന്റെ രൂപത്തിലേക്ക് മാറിയ അവർ രണ്ടും ലൂഫിയെ റൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഭയങ്കര കൺഫ്യൂഷൻ. ഇത്രയും പവറും സ്ട്രെങ്ത്തും ഒക്കെയുള്ള അൾട്ടിയും പേജ് 1 അവർ രണ്ടുപേരും എന്തുകൊണ്ടായിരിക്കും ഒരു പൊടിപ്പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇത്തരത്തിൽ ട്രാൻസ്ഫോം ആയി അവരുടെ ആ ഡൈനോസർ ഫോം എടുത്തതെന്ന്. ഉടനെ സോൾജിയേഴ്സ് ആണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്തിനാ ഇത്രയും പവർ അതിപ്പോൾ റിലീസ് ചെയ്യണേ? അതിന് അവൾ പറയും, നിങ്ങളത് കാണുന്നില്ലേ,
അവൻ നിസ്സാരക്കാരനല്ല, അവന്റെ കണ്ണിൽ പോലും ഹോക്കി പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ലൂഫിക്ക് നേരെ ഫ്ലൈ ചെയ്ത് വരികയാണ്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അവന്റെ തലയ്ക്ക് നല്ല പെയിൻ. ഇത് മാത്രമല്ല, പതിയെ പതിയെ ബ്ലഡ് അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ ഒരു ഏറ്റുമുട്ടലിൽ അവന്റെ തല മുറിഞ്ഞു. സോ അത്രത്തോളം സ്ട്രെങ്ത് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന് അവൻ തിരിച്ചറിയും. ഒറ്റ നിമിഷം രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവളോടൊപ്പം അവളുടെ ബ്രദറും കട്ടയ്ക്ക് ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. സാഞ്ചിയാണെങ്കിൽ ഓൾറെഡി അവരുമായിട്ടൊരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷെ അവനെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ രണ്ടുപേരുടെയും പഞ്ചിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടും. അതുപോലെ തന്നെ അവരും ലൂഫിയുടെ പഞ്ചിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുകയാണ്. ലൂഫിക്കാണെങ്കിൽ നൈസായിട്ട് ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവന്റെ കൈ അവളുടെ മുഖത്തിന് നേരെ നീട്ടുകയാണ്. ഒരു സെക്കൻഡ് അവൾക്ക് കറക്റ്റ് ആയിട്ട് വിഷൻ കിട്ടില്ല. ആ ഗ്യാപ്പിൽ ലൂഫി അവൻ കറങ്ങി വന്ന് ഒരൊറ്റ അട്ടി. അതേസമയം കൺട്രോൾ പോയ പേജ് 1 അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ലൂഫിയുടെ അടുത്തേക്ക് വരും. എനിക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സിസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ചോദിച്ച് അവനാണെങ്കിൽ ലൂഫി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തെറിപ്പിച്ച് തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. അതുകൂടി ആവുമ്പോൾ ആൾട്ടിയുടെ കൺട്രോള് അത് മൊത്തത്തിൽ പോവും. കാരണം അവൾക്ക് അവളുടെ ബ്രദറിനെ മറ്റാരും ഹേർട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ ഫുൾ പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് ലൂഫിയെ പിടിച്ചു വലിക്കുകയാണ്. അവളുടെ പവർ അത് പുറത്തേക്ക് വരുന്ന കണ്ട ബാക്കിയുള്ള വില്ലന്മാര് അവരാണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് നിന്റെ പവർ അത് റിലീസ് ചെയ്യരുത്. കാരണം അവളുടെ പവർ അത് മുഴുവനായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാസ്റ്റിൽ താങ്ങാനായിട്ട് കഴിയില്ല. അത് മൊത്തത്തിൽ തകർന്നില്ലാതാവും. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ പവർ റിലീസ് ചെയ്ത് ലൂഫിയെ തൂക്കിയെടുത്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ അൺകോൺഷ്യസ് ആവും. അവളാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ കൈയും കാലും ഒക്കെ പിടിച്ചു വലിക്കും. അടുത്ത നിമിഷം അവൻ കോൺഷ്യസ് ആവുകയാണ്. നീ ചെയ്തത് അത് മാപ്പില്ലാത്ത തെറ്റാണ്, തീർച്ചയായിട്ടും അതിനുള്ളത് നീ അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവളുടെ ഫുൾ പവർ അങ്ങനെ ഇറക്കി വിട്ട് അവനെ എട്ടിക്കാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. ലൂഫി ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 4th ഗിയർ എടുക്കും. പക്ഷെ അവന്റെ കാലും കൈയും അവളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഇടി അതവന് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ജീവൻ പോവും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും നല്ല സ്പീഡില് കൈഡോടെ മകള് അവളാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തുക. അവളാണെങ്കിൽ 100-110 ഓടി വരും. എല്ലാവരും അവൾ ലൂഫി അടിക്കുവാൻ ചിന്തിക്കും. പക്ഷെ അവളാണെങ്കിൽ അവളുടെ മുഴുവൻ ഫോഴ്സും എടുത്ത് ആ ആൾട്ടി പെണ്ണിനെ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൾ തെറിച്ചു പോവാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെടും. ലൂഫി ആണെങ്കിൽ ഞെട്ടി അവളെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഹൈറ്റും സൈസൊക്കെ കണ്ട് അവൻ ഞെട്ടും. ആക്ച്വലി അവളാണെങ്കിൽ നാനോ കിൻഡത്തിലുള്ള ജനങ്ങൾ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവൾക്കും നാനോ കിൻഡത്തിലുള്ളവർക്കും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണാം. ഓടൻ അതുകൊണ്ടായിരിക്കും അവളെ ലോക്ക് ചെയ്ത് വെച്ചതുപോലും. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ ആരാണ് ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവള് അവന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുക, നീ ആ സ്ട്രോഹാറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ? സ്ട്രോഹാറ്റ് ലൂഫി. അതിന് ലൂഫി പറയും, അതെ ഞാനാണ് സ്ട്രോഹാറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ലൂഫി. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളാണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. അവൻ കരുതിയത് ഒരു വില്ലത്തിയാണെന്നാണ്. അവൻ മാത്രമല്ല, ഞാനും കരുതിയത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ പെണ്ണ് അവൾ ലൂഫി സപ്പോർട്ടറാണ്. ലൂഫി ആയിട്ട് അവൾ അങ്ങനെ ഉഷാറായിട്ട്. ലൂഫി ആണെങ്കിൽ ഡബിൾ ഷോക്ക്. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവളോട് ചോദിക്കും, സത്യം പറയും, നീ ആരാ? നീ എന്തിനാ എന്നെ തൂക്കിയെടുത്തോണ്ട് പോണേ? അതിനവളാണെങ്കിൽ ലൂഫിയോട് പറയും, ഞാൻ ആരാണെന്ന് പിന്നീട് പറയാം, പക്ഷെ നീ തെറ്റിദ്ധരിക്കരുത്, നിന്നെ ഹേർട്ട് ചെയ്യാനല്ല ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ലൂഫി ആണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇറക്കി വിട്, ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് കടന്നു പോയിക്കോളും. അതിനവള് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇത്രയും കാലവും ഞാൻ കാത്തിരുന്നത് നിനക്ക് വേണ്ടിയാണ്, ഞാൻ മറ്റാരുമല്ല, കൈഡോടെ മകൾ യമോട്ടോ ആണ്. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.